അപ്പൊ നോക്കാൻ പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കി തരണം അല്ലേ? അതല്ലേ വേണ്ടത്? ഇത് ഞങ്ങളെ നോക്കാനും പറ്റൂല, ഞങ്ങളിട്ട് ഒഴിവാക്കി തരാനും പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ് ഇപ്പോ. അവളുടെ പ്രസവം കഴിയുന്നപ്പോൾ 2019 മുതൽ ഈ കാലഘട്ടം വരെ അവളുടെ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസം കോവിഡിന്റെ സമയത്ത് നമ്മളൊന്ന് സ്റ്റക്കായിരുന്നു. ആ നേരത്തെ ഒരു 2-3 മാസം എൻ്റെ വീട്ടിൽ അവൾ എൻ്റെ കൂടെ ഉള്ളത് നിന്നിട്ടുണ്ട്. അല്ലാണ്ട് ഒരു മാസം മൊത്തത്തിൽ തേച്ച് അവൾ എൻ്റെ വീട്ടിൽ വയനാട്ടിൽ നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾവേസ് തൃശ്ശൂർ തന്നെയാണ്. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം ഇത്രയും ദിവസം ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. കാരണം എനിക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായി. അപ്പൊ ഇന്ന് എന്നെ സഹായിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. എന്റെ കൂടെ നിന്ന് എനിക്ക് ഈ വീട്ടിൽ കയറാൻ സഹായിച്ചത് ഇവരാണ്. ഈ ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടു കാണും. വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള സഫാനയുടെ കേസുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് സഫാനെ ഭർത്താവിന്റെ വീട്ടിൽ കയറ്റാത്തതിനെ ചൊല്ലി അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചൊരു യുവതിയാണ് സഫാന. ഇതിന്റെ മുന്നേ കോടതി വിധി ഉണ്ടായിട്ടും ആ വീട്ടിലേക്ക് പോലീസുകാരും സഫാനയൊക്കെ ചെന്നപ്പോ അമ്മായിമ്മ അവിടെ കയറ്റാൻ അനുവദിച്ചില്ല. അവിടുന്ന് പ്രതികരിച്ചു ശക്തമായ രീതിയിൽ. പക്ഷെ ഇന്ന് ഈ സഫാന സന്തോഷത്തിലാണ്. അതായത് വീട്ടിൽ കയറാനുള്ള അനുമതി കിട്ടി, ആ വീട്ടിൽ കയറി. അവിടെയുള്ള നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒന്നടങ്കം സഹകരിച്ചു കൊണ്ടാണ് എല്ലാവരും ഒരുപോലെ, ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഏത് മതക്കാരായിക്കോട്ടെ എല്ലാവരും ഒന്നിച്ചിട്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ട് ആ വീട്ടിൽ കയറാനുള്ള ഒരു അനുമതി കിട്ടി. കാരണം നമ്മൾക്കൊക്കെ അറിയാം, ഇപ്പോഴുള്ള കാലത്ത് ഭാര്യമാരോട് ഇത് മോശമായ രീതിയിൽ പ്രതികരിച്ച് ഒന്ന് ചെറിയ രീതിയിൽ പോലും തെറ്റിയാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാതെ ഉടനെ ചെയ്യുന്ന കാര്യം സ്വയം ജീവനൊടുക്കുകയാണ്. അധിക സ്ത്രീകളും ചെയ്യുന്നതാണ്. ചെറിയ പ്രശ്നം കണ്ടായ പെട്ടെന്ന് പോയി സ്വയം ജീവനൊടുക്കുക. അങ്ങനെ ആ രീതിയിൽ തോറ്റു കൊടുക്കാതെ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചൊരു യുവതി സഫാന. എന്തായാലും ആ സഫാന പറയുന്ന വാക്കുകളൊന്ന് കേട്ടോ. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം ഇത്രയും ദിവസം ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. കാരണം എനിക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായി. അപ്പൊ ഇന്ന് എന്നെ സഹായിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. എന്റെ കൂടെ നിന്ന് എനിക്ക് ഈ വീട്ടിൽ കയറാൻ സഹായിച്ചത് ഇവരാണ്. എന്റെ കൂടെ നിന്ന് എനിക്ക് ഈ വീട്ടില് കയറാൻ എന്നെ സഹായിച്ചത് ഓരോരുത്തരും. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഇതാവില്ല. അഫ്സൽക്ക, ഫെബിൻക, ഓരോരുത്തരുടെ പേര് പറയാം. പിന്നെ മണിച്ചേട്ടൻ, പിന്നെ ചേട്ടന്റെ പേര് പറയാം, രാജമാഷി, എല്ലാരും. എനിക്ക് വീട്ടിൽ കയറാൻ പറ്റി ഇവര് കാരണം മാത്രമാണ്. കാരണം ഇവര് ഇത്ര സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. കാരണം ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് വേറെ ആർക്കും എന്നെ ഇങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ എനിക്കൊരു വീട് എടുത്ത് തന്ന് സമ്മതിക്ക അഫ്സൽക്കാട് ഉപ്പയാണ് സമ്മതിക്ക. അപ്പൊ എല്ലാരും കൂടി വീട് എടുത്ത് തന്നു, ഭക്ഷണം, എല്ലാ നാട്ടുകാരും. കാരണം ഒരു നേരം ഒരു ബുദ്ധിമുട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും എന്ത് പറഞ്ഞു വിളിച്ചാലും ഓടി വരാൻ ഇവരുണ്ടായിട്ടുള്ളതാ. ഇവരെല്ലാരും എനിക്ക് ഓരോരുത്തരുടെ പേര് കാര്യങ്ങളൊക്കെ നന്നായി വീട്ടിൽ കയറാൻ പറ്റി. ഇവിടെ സഫാനയുടെ ഭർത്താവ് ഗുലാം പറയുന്നത് ഇതിന്റെ മുന്നേ വീട്ടിൽ കയറാനുള്ള കോടതി വിധികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ പച്ച കള്ളമാണ്. നാട്ടുകാരും രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടിട്ട് അത് ശക്തമായ രീതിയിലാണ് ആ വീട്ടിലേക്ക് വന്ന് കയറിയെന്നാ പറയുന്നത്. പക്ഷെ ഇതിന് മുന്നേ സഫാന പറഞ്ഞത് എനിക്ക് ഡിവോഴ്സ് തന്നാൽ മതി, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതിന് മുന്നേ ഉള്ള പഴയ ഒരു വീഡിയോയില്. ഇപ്പോ പറയുന്നത്, ഈ ഗുലാം പറയുന്നത് എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവൾ അത് സ്വീകരിക്കുന്നില്ല. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും സഫാനയുടെ, അതായത് കുട്ടിക്ക് ഇപ്പൊ 1.5 വയസ്സായി. ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ട്, 11 മാസം ആയ സമയത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞാൻ തൃശ്ശൂർ സ്വദേശിനിയാണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട് ചീരാൽ സ്വദേശിയായ അബ്ദു മുൻറായിലിന്റെ മകൾ റംലയുടെ മകൻ ഗുലാമാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ജോലിയും അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലാണ് നിന്ന് വന്നിരുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനായിട്ടും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ടൊക്കെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ദുബായിൽ ബെൽഹസ കാർ റെന്റൽ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
മൂപ്പർക്ക് നാട്ടിലത്തെ 2 ലക്ഷം രൂപയോളം സാലറി ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നിരുന്നപ്പോൾ ഹസ്ബൻഡ് എന്നെയും മോളെയും വിളിക്കില്ല, നോക്കില്ല, തോന്നിയ പോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്, വിസ എടുത്തിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ 2 മാസം ഹസ്ബൻഡ് നോക്കി, പിന്നെ ഇപ്പോൾ പറയുന്നത് വിസ റിന്യൂ ചെയ്ത് തരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിസ കഴിയുന്നതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് 11 മാസം പ്രായമുള്ള ഒരു മോളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും മോളെയും റോട്ടിലേക്ക് ഇറക്കി വിടും, വിസ റിന്യൂ ചെയ്ത് തരില്ല, നാട്ടിൽ പോയിക്കോ എന്നൊക്കെയാണ് ഹസ്ബൻഡ് പറയുന്നത്. നാട്ടിൽ പോകണോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഞങ്ങളെ തിരിഞ്ഞു നോക്കൂല. ഇദ്ദേഹത്തിന്റെ ഉമ്മ എന്താണോ പറയുന്നത് അത് കേട്ടനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നിന്ന് പോവാം. നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. 3-4-5 മാസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഇയാൾ ബ്ലോക്ക് ചെയ്യുക, ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ വിളിക്കില്ല, 1-2 മാസം വിളിക്കും, 1 മാസം വിളിക്കില്ല, തോന്നുമ്പോൾ പോലെ പൈസ അയക്കുക, ചിലപ്പോൾ പൈസയെ അയക്കില്ല. അപ്പോൾ ഞാൻ കുറേ അനുഭവിച്ചതാണ് നാട്ടിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ല, ഇവിടെ നിൽക്കാന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കേസാണ്, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അത് പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇവിടേക്ക് വരാനുള്ള മെയിൻ കാരണം. പിന്നെ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോവാൻ ഒരു നിവൃത്തിയില്ല, എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല ഇവിടെ നിൽക്കണം, ഇവിടെ നിന്നുകൊണ്ട് ഒരു ജോലി നേടണം, സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ വന്നത്. പക്ഷെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അതിന്റെ മെയിൻ കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ്. ഹസ്ബൻഡിന്റെ ഉമ്മ എന്നെ മോളെ ഇവിടെ നിർത്തരുത്, ഞങ്ങളെ നോക്കരുത്, പൈസ അയച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ തെളിവ് എൻ്റെ വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹസ്ബൻഡ് പിന്നെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഡിവോഴ്സ് ആക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ ഡിവോഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കിക്കോട്ടെ, പക്ഷെ അതുവരെ എനിക്ക് നിൽക്കാനൊരു സ്ഥലം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് അത്ര വലിയ നല്ല ആളൊന്നുമല്ല. കാരണം ഹസ്ബൻഡിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ 2-3 ദിവസം മുന്നേ നടന്ന സംഭവമാണ്. എന്നെ ഇവിടെ നിന്ന് പോണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തായിരുന്നു ചെയ്തിരുന്നത്. കുറേ നാളായി. അപ്പോൾ ഇതെല്ലാം കേട്ട് അതായത് ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്കിപ്പോൾ അത് പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചു കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം അയാൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും മോളെ നോക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പം നോക്കാൻ പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കി തരണം, അല്ലേ? അതല്ലേ വേണ്ടത്. ഇത് ഞങ്ങളെ നോക്കാനും പറ്റൂല, ഞങ്ങളിട്ട് ഒഴിവാക്കി തരാനും പറ്റൂല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പം നോക്കാൻ പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കി തരണം, അല്ലേ? ഈ സഫാന പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ ഈ സഫാനയുടെ ഭർത്താവ് ഗുലാം എന്താണ് പറയുന്നത് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതകാര്യം എന്തായാലും ഞാൻ ചെറിയ ചുരുക്കത്തിൽ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലത്. ഞാൻ ഇത്രയും കാലമായിട്ട് മുന്നോട്ട് വരാത്തയോ കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളും തീരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഒന്നും കമൻറ്റ് ചെയ്യാതിരുന്നതും പുറത്തു വരാണ്ടിരുന്നതും. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം നാട്ടുകാർ ചെറുപ്പം മുതൽ ഞാനെന്നെ കണ്ടുവരുന്ന എൻ്റെ ആളുകൾ അവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞിട്ട് എൻ്റെ വീട് കുത്തിപ്പൊളിക്കും. ഇതെല്ലാം പറയുന്ന ആളുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ബാക്കി അറിയാത്ത ആളുകൾ പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ലീഗലിയും മതപരമായിട്ടും ഞാൻ ഓൾറെഡി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞ കേസുകൾ എനിക്കറിയില്ല, ലീഗലി തന്നെ എല്ലാം കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ എൻ്റെ എതിരെയും ബാക്കി വീട്ടിലുള്ള ആളുകളുടെ എതിരെയും അവൾക്ക് 50 ലക്ഷം രൂപയ്ക്ക് അവൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും അതേപോലെ ബാക്കിയുള്ള എൻ്റെ വീട്ടിലുള്ളതും എൻ്റെ ബാക്കിയുള്ള കുടുംബക്കാരുടെ പേരിലെല്ലാം ഗാർഹിക പീഡനത്തിനും കേസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന്. പിന്നെ ബേസിക്കലി 2019 അവളെ നിക്കാഹ് കഴിയുന്നത്. ഞാൻ ദുബായിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ. അപ്പോൾ മാട്രിമോണിയിൽ ഇവിടുന്ന് കണ്ടു. ഞാൻ അവളുപ്പാനെ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അവളുപ്പാനോട് പോയിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നാട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ച് വീട്ടുകാരെല്ലാം ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ നാട്ടിൽ തൃശ്ശൂർ വെച്ചിട്ടാണ് നിക്കാഹെല്ലാം കഴിക്കുന്നത്. ചെറിയ പരിപാടിയായിരുന്നു.
അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക മണി എക്സ്ചേഞ്ചിൽ കാഷ്യറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ പ്രഗ്നൻ്റിലായ സമയത്ത് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് അങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്. ഒരു 3 മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് അവളുടെ ഉപ്പ ഒരു സാധു മനുഷ്യനാണ്. ആള് നമ്മുടെ അല്ലൈനിൽ ഞാൻ കല്യാണം കഴിക്കുന്ന സമയം മുതലേ ഒരു കമ്പനിയിൽ ഡ്രൈവറാണ്. പിന്നെ ഇവൾക്കൊരു അനിയത്തിയുണ്ട്, പിന്നെ ഇവളും, ഈ 2 മക്കളാണ് അവർക്കുള്ളത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ എന്താ വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല, പാവപ്പെട്ട കുടുംബമാണ്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് പോയിരിക്കും. അവൾ പറഞ്ഞത് എനിക്കറിയാം, അവിടെ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്, ഇത് വാങ്ങിച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ടുണ്ടെന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ നിന്ന് ഒരു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വത്തോ മുതലോ കൊടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ അവളുടെ മേത്ത്, എൻ്റെ മോളെ മേത്ത് ഞാൻ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇതിലൂടെ ഒരു വീഡിയോ എനിക്കറിയില്ല നമ്മളെ പ്രകൃതിക്ക് ഇടുന്നുണ്ടോ എന്നുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ അവളായിട്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുക കല്യാണം കഴിഞ്ഞ് ഈ 5 കൊല്ലം ഈ പറഞ്ഞ 2010 മുതൽ ഇവിടെ തന്നെയായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 1 മാസവും ഏതാണ്ട് 6 മാസം, 1 വയസ്സും 6 മാസമായി. ജൂലൈയിലായിരുന്നു കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ ഗർഭിണിയായിട്ട് 3 മാസമായപ്പോൾ ഞാൻ നാട്ടിലേക്ക് അയച്ചു അവള്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് നല്ലത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും അടുത്ത്, കാറ്റ് വെള്ളം നടക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നാട്ടിലേക്ക് വിട്ടു. അവളുടെ പ്രസവം കഴിയുന്നപ്പോൾ 2019 മുതൽ ഈ കാലഘട്ടം വരെ അവളുടെ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസം കോവിഡിൻ്റെ സമയത്ത് നമ്മളൊന്ന് സ്റ്റക്കായിരുന്നു. ആ നേരത്തെ ഒരു 2-3 മാസം എൻ്റെ വീട്ടിൽ അവൾ എൻ്റെ കൂടെ ഉള്ളത് നിന്നിട്ടുണ്ട്. അല്ലാണ്ട് ഒരു മാസം മൊത്തത്തിൽ തേച്ച് അവൾ എൻ്റെ വീട്ടിൽ വയനാട്ടിൽ നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾവേസ് തൃശ്ശൂർ തന്നെയാണ്. പിന്നെ അതെ, പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ കൊല്ലത്തിൽ നമ്മൾ ലീവിന് പോകുമ്പോൾ ഒരു 10 ദിവസം നിന്നാ നിന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിയെല്ലാം ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വന്ന് വീട്ടിൽ വന്ന് നിൽക്കും വയനാട്. അപ്പോൾ അങ്ങനെ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ പണ്ട് നമ്മളെ എന്താ പറയുക ഡിവോഴ്സ്ഡാണ്. അപ്പോൾ ഞാൻ ആണ് ചെറുപ്പം മുതൽ എൻ്റെ ഉമ്മ നോക്കിയത് വേണ്ടി ഞാൻ എൻ്റെ ഉമ്മനെ നോക്കുന്നു. അപ്പോൾ വീട്ടിൽ എൻ്റെ പെങ്ങള് വാടകയ്ക്ക് വീടിന് താമസിക്കില്ല. നമുക്ക് 2-3 മക്കളുണ്ട്. അപ്പോൾ ഞാൻ വീട് ഒരു 4-5-6 കൊല്ലം മുമ്പ് ഞാൻ വീടെല്ലാം വെച്ച സമയത്ത് ഞാൻ അവളോട് വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ പറഞ്ഞു. ഞാൻ വെച്ച വീട് എൻ്റെ ഉമ്മാൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങളും മക്കളും ആയിരുന്നു താമസിക്കൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഞാൻ നാട്ടിൽ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പായിട്ട് എൻ്റെ പെങ്ങളും ഭാര്യയും തമ്മിൽ ചെറിയ എന്തോ എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അതിനോട് പറഞ്ഞു പെങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കില്ല, വയനാട്ടിൽ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞപ്പോഴുള്ള കേസ്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കാലം കുറേ ആയി. സിസ്റ്റർ എന്തായാലും എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. സമയമായി, അവൾക്ക് ഹസ്ബൻഡുണ്ട്, കാര്യങ്ങളുണ്ട്, അവൾക്ക് തടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ടാണ് വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രായമാകുമ്പോൾ എനിക്ക് അത് തോന്നുന്നത് ഒരു വിധമുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലാവും, നമ്മൾ ഭാര്യയെല്ലാം പറയുന്നത് കേൾക്കേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് പറഞ്ഞു നീ മാറിക്കോ, വീട് മാറിക്കോ. അങ്ങനെ വീട് മാറിക്കോ എന്ന് പറഞ്ഞ സമയത്ത് അവളുടെ ഓഹരി വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെ അവൾ വീട്ടിൽ നിന്നിട്ട് അവളുടെ പൈസ കിട്ടുന്നവർ കുറേ വീടിൻ്റെ അകത്ത് നിന്നിട്ട് ഒരുപാട് ഉമ്മയായിട്ട് കച്ചറ, പ്രശ്നം, കാര്യങ്ങൾ, തല്ലിപ്പിടി. ബേസിക്കലി എൻ്റെ പെങ്ങൾ ആദ്യം ഞാൻ ഇറക്കി വിടാൻ കാരണം എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടാണ് അവൾക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ പെങ്ങൾക്ക് എന്നോട് കൊടുക്കാൻ പറ്റുന്ന പോലെ ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പൈസ കൊടുത്തു, തീർത്തു, അവളെ ഞാൻ വിട്ടു പുറത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവക്ക് വീട്ടിൽ വീണ്ടും നിൽക്കാൻ ബുദ്ധിമുട്ട്, എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. പല പല ന്യായങ്ങളാണ്. അവർ പഴയ ആളുകളാണ്, അതിന് പറ്റില്ല, ഇതിന് പറ്റില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടിയിട്ട് ഞാൻ നല്ല രീതിയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നതും. എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എൻ്റെ ഉമ്മാനോട് തല്ലുണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് പോയി. പിന്നീട് ഒരു 2 കൊല്ലത്തോളം, ഈ കഴിഞ്ഞ ലാസ്റ്റ് 2 കൊല്ലമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നരകിച്ച് ജീവിക്കേണ്ടി വരുന്നത് മക്കളാണ്. കാരണം അവരൊന്നും അറിയില്ല, ഒരു തെറ്റും ചെയ്യാത്ത മക്കളാണ് ഇതിൽ കഷ്ടപ്പെടുന്നത്. നമ്മളെ ഉപ്പയും ഉമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ആ മക്കൾ കഷ്ടപ്പെടുകയാണ്. കാരണം ഉള്ള കാലം നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അത് സഹകരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നല്ലോ നല്ലത്.